നിറത്തിൻ്റെ പേരിലൊക്കെ നമ്മളെ മാറ്റി നിർത്തിയ പടങ്ങളുണ്ട്. ഓക്കെ, ഇത് മാത്രമല്ല, ഇങ്ങനെ പാര വെച്ച പടങ്ങൾ മാത്രമല്ല, അല്ലാണ്ടും നമ്മളെ മാറ്റി നിർത്തിയത്. ലാസ്റ്റ് ഞാൻ അവിടെ നിന്നത്, ഞാനും കൈ നീട്ടി, എനിക്ക് കിട്ടുകയെന്ന് പറഞ്ഞിട്ട് കൈ നീട്ടി. അപ്പോഴത്തേക്കും വേണ്ട, ഓൾറെഡി കറുത്തല്ലേ ഇരിക്കുന്നത്, അപ്പോൾ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രിയെ തകർക്കാൻ വേണ്ടി കുറച്ച് പേരുണ്ടാവും, ജെന്യുവനായിട്ടുള്ള കുറച്ച് കേസസ് ഉണ്ടാവും. ഇന്ന് അനന്തമ്പി ചെയ്യുന്ന സമയം 2009 ആണ്. ഓക്കെ, 2009 സമയങ്ങളിൽ തന്നെ കാരവൻ സംസ്കാരമൊക്കെ അന്ന് മുതലേ ഉണ്ട്. ഓക്കെ, അമ്മയെ തെല്ലിയാലും രണ്ട് പക്ഷമാണ്. അത്രയും എനിക്ക് ഇന്നലെ വിഷമം വന്നു. കാര്യം ഇന്നലെ വന്ന ആ ഒരു വീഡിയോയുടെ അടിയിൽ ഇവൾക്ക് വരെ പണിയില്ലേ, എനിക്ക് നല്ല ജോലിയുണ്ട്, നമ്മൾ പകൽ വിളിച്ചത്തിൽ വളരെ നല്ല ആളാണെന്ന് കരുതുന്ന ആള് ചിലപ്പോൾ അത്രയെങ്ങനെ ആയിരിക്കത്തില്ല. ലൈഫിന്റെ ഒരുപാട് ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലും ഒരു നല്ലൊരു സമയത്തും കൂടെ നിന്നിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വേഴ്സ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ വിട്ടുപോയിട്ടുള്ള സാഹചര്യങ്ങൾ? എൻ്റെ വേഴ്സ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാൻസർ വന്ന സമയമാണ്. ക്യാൻസർ വന്ന സമയത്ത് എനിക്കൊന്ന് വളരെ ചുരുക്കം പേരൊഴിച്ച് വേറെ ആരും ഇല്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് അത്രയും ആൾക്കാർ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം ഞാൻ അങ്ങനെ എന്താ പറയുക, ഒരുപാട് ഫോണൊന്നും ചെയ്യാണ്ട് അധികം സുഹൃത്തുക്കളൊന്നും ഇല്ലാണ്ട് തന്നെ ഞാൻ കംഫർട്ടാണ്. എനിക്കിപ്പോൾ അങ്ങനെ ഫോൺ എടുക്കാനുള്ള അധികം സമയവുമില്ല. മാക്സിമം ഞാൻ എന്താ പറയുക, ഞങ്ങളുടെ വർക്ക് കാര്യങ്ങൾ മുൻപ് ഇപ്പോൾ എന്താ പറയുക, മുൻപ് അങ്ങനെ ഒരു കുറച്ച് ലേസി ടൈപ്പായിരുന്നു ഞാൻ കൂടുതലും പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സമയം ചിലവാക്കുമായിരുന്നു. ഞാൻ ഒരു 3 മാസ്റ്റേഴ്സ് ചെയ്തു, ഡോക്ടറേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും എന്നെ ഫിനാൻഷ്യലി പ്രൊട്ടക്റ്റ് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. സോ ഞാനിപ്പോൾ ജോലി ചെയ്തില്ലെങ്കിലും ഒന്നുമില്ല എന്നൊരു കണ്ടീഷനിൽ ഞാൻ പടം വന്നാൽ വരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, ആ രീതിയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്തു, ഞാൻ നേരിൽ കണ്ടു ഒരുപാട് ആളുകൾ സഫർ ചെയ്യുന്നത് കണ്ടു. ഇപ്പോൾ ഫ്രീ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അത്രയും ലൈക്ക് ഒരു BPL ആ ഒരു ലെവലിലുള്ള ആൾക്കാർക്കാണ്. പക്ഷേ ഈ പറയുന്ന എന്താ പറയുക, അത്യാവശ്യം കാശുള്ള ആളുകൾക്ക് പോലും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് താങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. കാര്യം നമ്മൾ അത്രയും കാലം ജോലി ചെയ്തത് മുഴുവനും ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇവിടുന്ന് പലർക്കും ഇൻഷുറൻസ് ഉണ്ടാകത്തില്ല. അപ്പം കഷ്ടപ്പെടുന്ന ആളുകളെ ഞാൻ കണ്ടു. ഞാൻ ഇത്രയും കാലം ഞാൻ എൻ്റെ കുടുംബം എന്നുള്ള രീതിയിലാണ് എൻ്റെ തോട്ട്സ് പോയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെയല്ല. എൻ്റെ ചുറ്റുമുള്ളവർ സേഫ് ആവണം, ആ ഒരു ചിന്തയിലാണ് ഞാൻ ഈ പൊളിറ്റിക്സിലേക്ക് വന്നത്. നമ്മൾ അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ പൊതുവെ സുരക്ഷിതരല്ല എന്നാണല്ലോ പറയാറ്. അപ്പോൾ നമ്മൾ ഈ സുരക്ഷിതരാക്കാൻ ശ്രമിക്കാത്തത് അത് സൊസൈറ്റിയാണോ? മനുഷ്യരിൽ തന്നെ നല്ലതും ഉണ്ട്, മോശം ആളുകളും ഉണ്ട്. നമുക്ക് ഇപ്പം നമ്മൾ പകൽ വെളിച്ചത്തിൽ വളരെ നല്ല ആളാണെന്ന് കരുതുന്ന ആൾ ചിലപ്പോൾ രാത്രി അങ്ങനെ ആയിരിക്കത്തില്ല, അയാളുടെ സ്വഭാവം മാറിയേക്കാം. അപ്പോൾ നമുക്ക് ആരെയും അങ്ങനെ ജഡ്ജ് ചെയ്യാനൊന്നും പറ്റത്തില്ല. മാക്സിമം നമ്മൾ സേഫ്റ്റി നമ്മൾ നോക്കണം. കാര്യം വൺസ് എന്തെങ്കിലും വന്നിട്ട് പിന്നെ കരയുമ്പോഴത്തേക്കും കുറച്ച് നാൾ ആളുകൾ സപ്പോർട്ട് ചെയ്യും, പിന്നെ അവർ പറയും ചിലപ്പോൾ അവളുടെയിലും എന്തെങ്കിലും പ്രശ്നം കാണും. കാര്യം അമ്മയെ തെല്ലിയാലും രണ്ട് പക്ഷമാണ്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാനൊരു 50% ആളുകളുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് തിങ്കിങ് അയാളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു 50% ആളുകളുണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക, നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം കുറേ കൂടെ. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓരോ നടന്മാർക്കെതിരെ പരാതി പറയുന്ന സ്ത്രീകൾക്കും നേരെ ഒരുപാട് സൈബർ ബുള്ളിങ് ആണ് ഏൽക്കാറുള്ളത്. അതായത് ഒരു കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. അല്ലെങ്കിൽ ഇവരുടെ ഇത്രയും എനിക്ക് ഇന്നലെ വിഷമം വന്നു. കാര്യം ഇന്നലെ വന്ന ആ ഒരു വീഡിയോയുടെ അടിയിൽ ഇവൾക്ക് വരെ പണിയില്ലേ, എനിക്ക് നല്ല ജോലിയുണ്ട്, അപ്പോൾ എന്താ പറയുക, ഇവൾ സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്തത്, അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ വായിച്ചാൽ നല്ല വിഷമം വരുന്ന രീതിയിൽ ലൈക്ക് ഒരു 20% ആൾക്കാരേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ള ഒരു 80%ഉം ദൈവം സഹായിച്ച് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു നല്ലതുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരുന്നു. കാര്യം അതിന്റെ നല്ലത് ആളുകൾ എടുക്കുന്നില്ല, നെഗറ്റീവ് മാത്രമേ അവരെടുക്കൂ. ഞാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങളായി, ഒരു 10-15 വർഷത്തിന് ശേഷം നമ്മളൊരു കാര്യം വന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ആളുകളെങ്കിലും ചോദിക്കും, ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഇല്ലേ, സത്യമായിരിക്കുമോ? കാര്യം നമ്മൾ സമയം കഴിയുന്നതോറും നമുക്ക് തെളിവുകൾ നശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് പിന്നെ പറയാനേ പറ്റുള്ളൂ, നമുക്ക് കാണിക്കാൻ തെളിവില്ല. ഞാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഇതുവരെ നടന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതുവരെ നടന്നത് നടന്നു,
ഇപ്പോൾ കംപ്ലൈൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ആക്ഷൻസ് എടുക്കട്ടെ. അത്രയും ക്രൂരമായ എന്താ പറയുക, ക്രൂരമായതോ ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. അപ്പം ഇതുവരെ ഉള്ളത് പോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഇതുവരെ ഉള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ എന്താ പറയുക, ബാക്കിയുള്ള നിയമ നടപടികളിലേക്ക് പോകട്ടെ. ഇനി അങ്ങോട്ട് ഒന്ന് നമ്മുടെ സേഫ്റ്റി, നമ്മൾ ബോൾഡായിരിക്കാം, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ അച്ഛനോ നമ്മൾ ചെറുതിലെ മുതലേ കണ്ടു വളർന്ന് നമ്മളെ അച്ഛനെ നമുക്കറിയാം, ബ്രദറിനെ നമുക്കറിയാം, പക്ഷെ അതുപോലെ ആയിരിക്കില്ല നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ. നമ്മൾ കണ്ണും പൂട്ടി ഒരാളെ വിശ്വസിക്കേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതെ. ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിലായാലും കന്നഡ ഇൻഡസ്ട്രിയിലായാലും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്താ പറയാ, കുറച്ചുകൂടി വളരാനായിട്ടുണ്ടോ അതോ എങ്ങനെയാണ്? ഇപ്പൊ തമിഴ് ഇൻഡസ്ട്രിയിലും കന്നഡ ഇൻഡസ്ട്രിയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം തെലുഗുവിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി കുറച്ചുകൂടി വളരാനുണ്ട്? അത് ഞാൻ ചോദിക്കുന്നത് കളക്ഷന്റെ കാര്യത്തിലല്ല. ഞാൻ പറഞ്ഞ വളരാനുണ്ട് എന്നൊന്നും പറയരുത്. കാര്യം ഓൾറെഡി എല്ലാവരും നോക്കിയിരിക്കുന്നത് മലയാളത്തിൽ ഏത് പടം റിലീസാവുന്നു. അത് കാര്യം കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രിയെ തകർക്കാൻ വേണ്ടി കുറച്ച് പേരുണ്ടാവും, ജെന്യുവനായിട്ടുള്ള കുറച്ച് കേസസ് ഉണ്ടാവും. അപ്പോൾ അതിലൊന്നും നമ്മൾ തകരാൻ പോണില്ല. ഓക്കെ, ഇപ്പോൾ എന്താ പറയുക, ഞാൻ വൺസ് എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ സിനിമയ്ക്ക് വേണ്ടി തന്നെ നിന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷെ അങ്ങനെ അതല്ല, നമുക്ക് അതിനുള്ള സമയമില്ല. പക്ഷെ ആ ടൈമിൽ പോലും എന്താ പറയുക, ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ടല്ലോ, നമുക്ക് എന്താ പറയുക, യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യം തന്നില്ല, ഞങ്ങൾ വെള്ളം കുടിച്ച് ഞങ്ങളത് ഹോൾഡ് ചെയ്ത് വയ്ക്കായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഞാൻ കണ്ടിട്ടില്ല. കാര്യം എനിക്കൊന്ന് അണ്ണൻ തമ്പി ചെയ്യുന്ന സമയം 2009 ആണ്. ഓക്കെ, 2009 സമയങ്ങളിൽ തന്നെ കാരവൻ സംസ്കാരമൊക്കെ അന്ന് മുതലേ ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു എന്താ പറയുക, ഈ പടത്തിനൊക്കെ പ്രൊഡക്ഷൻ കൺട്രോളറും എക്സിക്യൂട്ടീവ് മാനേജറും ഒക്കെ ഉണ്ട്. അവർക്കറിയില്ല എന്ത് സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കണമെന്ന്. ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചുകൊണ്ട് വന്ന് ആരും ബുദ്ധിമുട്ടിക്കാൻ പോണില്ല. അറ്റ്ലീസ്റ്റ് തൊട്ടടുത്തുള്ള ഒരു വീടെങ്കിലും അവർ സെറ്റ് ചെയ്ത്, അങ്ങനെ ഒരു പണ്ടത്തെ കാര്യമാണ് പറഞ്ഞാൽ. ഇപ്പം എല്ലാവർക്കും കാരവനുണ്ട്. ഇപ്പോ ഗുരു എന്ന് പറഞ്ഞ സിനിമയിലാണ് ബാലതാരായിട്ടാണ് വന്നത്. എനിക്ക് തോന്നുന്നു അന്നത്തെ കാര്യങ്ങൾ എന്തായാലും ഓർമ്മ കാണില്ല, അറിയാം. പക്ഷെ ഇന്ന് ആ ഒരു വലിയൊരു സിനിമ അഭിനയിച്ചപ്പോ ഇപ്പൊ എന്താ ഫീൽ ചെയ്യണേ? ഒരുപാട് എന്താ പറയാ, നമ്മളൊക്കെ ഒരുപാട് നോക്കി കണ്ടിട്ടുള്ള, അതിനകത്തുനിന്ന് കുറെ പഠിക്കാനുള്ള. ഞാനൊരു കാര്യം പറയാം. എൻ്റെ ടൈമിൽ ഞാൻ ഒരു എന്താ പറയാ, ഒരു ബ്രൗൺ കളറിലുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഒരു എന്താ പറയാ, നിറത്തിൻ്റെ പേരിലൊക്കെ നമ്മളെ മാറ്റി നിർത്തിയ പടങ്ങളുണ്ട്. ഓക്കെ, ഇത് മാത്രമല്ല, ഇങ്ങനെ പാര വെച്ച പടങ്ങൾ മാത്രമല്ല, അല്ലാണ്ടും നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പം പിന്നെ ഒരു നമ്മുടെ ഒരു കോംപ്ലക്ഷൻ ഒരു പ്രശ്നമാവുന്നില്ല ഇപ്പോൾ, പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ എല്ലാ നിറത്തിലുള്ള ആളുകളും എല്ലാ രൂപത്തിലുള്ള ആളുകളെയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ജനങ്ങൾ. സിനിമ കുറച്ചുകൂടെ റിയലിസ്റ്റിക്കായി നമുക്ക് അങ്ങനത്തെ ഉള്ള പടങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ സമയം ഓർമ്മയില്ലാന്ന് പറയാൻ എനിക്ക് ഡെഫിനറ്റ്ലി ഓർമ്മയുണ്ട്. ആ സിനിമയിൽ ഒരുപാട് കുട്ടികളുണ്ട്. ഞങ്ങൾ എന്താ പറയുക, ഡാൻസേഴ്സ്, അനീഷ് റഹ്മാൻ, അവരൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ കുറേ കുട്ടികളാണ്, എൻ്റെ അനിയനുൾപ്പെടെ ഞങ്ങൾ കുറേ കുഞ്ഞുങ്ങളാണ് സേലത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്കതൊരു വെക്കേഷൻ മോഡായിരുന്നു. കാര്യം എനിക്ക് കുറേ കുട്ടികളുണ്ട്. ഞങ്ങളുടെ ക്രിസ്മസ് വെക്കേഷനാണ്. അപ്പോൾ കുറേ ആർട്ടിസ്റ്റുകളെ കാണുന്നുണ്ട്. അന്ന് ലാൽ സാറ് നമ്മൾ കാണുന്നു, അയ്യോ ലാലങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരല്ലേ എല്ലാവരും അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ റെഡ് കളർ മേക്കപ്പാണ് എല്ലാവർക്കും, റെഡിഷ് കളറിൽ. അത് രാവിലെ വരുമ്പോഴത്തെ അത് റെഡ് തേക്കും, മുഖത്തൊക്കെ തേക്കും. അപ്പോൾ ഞാൻ പോയി എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫേസ് മേക്കപ്പ് കഴിയുമ്പോഴത്തേക്കും പിന്നെ എല്ലാവരോടും കൈ ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കാൻ പറയും. ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവർ വന്ന് പാൻ കേക്ക് ഇടും. ഓക്കെ, കയ്യിൽ റെഡ് കളറിലെ പാൻ കേക്ക് ഇടും. അപ്പോൾ എന്താ പറയുക, 2-3 മേക്കപ്പ് അസിസ്റ്റൻസും ഉണ്ട്. അവരാണ് ഈ കുട്ടികളെല്ലാം പെയിൻ്റ് അടിച്ച് അങ്ങ് വിടും, റെഡ് കളറിലിരിക്കണ്ടേ. അപ്പോൾ എല്ലാ പിള്ളേരും നിന്നു. ലാസ്റ്റ് ഞാനാണ് അവിടെ നിന്നത്. ഞാനും കൈ നീട്ടി, എനിക്കും ഇട്ടതാന്ന് പറഞ്ഞിട്ട് കൈ നീട്ടി. അപ്പോഴത്തേക്കും വേണ്ട, ഓൾറെഡി കറുത്തല്ലേ ഇരിക്കുന്നത്, അപ്പോൾ എന്ന് പറഞ്ഞു. എൻ്റെ അപ്പൂപ്പനില്ലായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ഫിനാൻഷ്യറാണ്, ഭയങ്കര ചൂടനാണ്. പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഇടി പറ്റിച്ചേനെ. പക്ഷേ പുള്ളി അവിടെ ഇല്ലായിരുന്നു, എൻ്റെ അമ്മയില്ല. കാര്യം ഞങ്ങൾ കുറേ കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നത് എല്ലാവരും. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് നമുക്കങ്ങ് വിഷമം വരും.
അപ്പോഴത്തേക്കും മധുവാലങ്കൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് അങ്കിള്, ഞങ്ങൾക്ക് ഇന്ന് ചേട്ടൻ, ഓക്കെ, അന്ന് അദ്ദേഹം അവിടെ നിന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പറയരുത്, അതൊരു കൊച്ചല്ലേ, അവളോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്, കുഞ്ഞുങ്ങളോട് കുറച്ചുകൂടെ നന്നായി സംസാരിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിട്ട്, അത് കുഴപ്പമില്ല ചേട്ടാ, അത് കൊച്ച് കറുത്തലിരിക്കുന്നത്, പിന്നെ ഇപ്പം മേക്കപ്പിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ, കറുപ്പോ വെളുപ്പോ എന്തേലും ആവട്ടെ, നിനക്കത് ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ എന്തേലും നഷ്ടം വരാനുണ്ടോ, ചെയ്ത് കൊടുത്തിട്ട് വിടുമെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം അവിടെ നിന്നിട്ട്, അപ്പോൾ ഇങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോഴേക്കും ഒരുപാട് നല്ല ആളുകൾ അന്നേരം സപ്പോർട്ട് ചെയ്യാൻ, അത് കുഞ്ഞാണ്, നമുക്കറിയില്ല, നമുക്കാരും എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എന്താ പറയാ, അദ്ദേഹം അങ്ങനെ പറഞ്ഞു. നമുക്ക് എന്താ പറയാ, അന്ന് മദ്ബാൽ അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുന്ന സമയമാണ്. ഞങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഭയങ്കര സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. ഇപ്പൊ ശരിക്കും ആ പടം വരുമ്പോഴേക്കൊക്കെ കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, കാണുമ്പോ എന്താ ഫീൽ ചെയ്യണേ? ഒരു കൂട്ടം പിള്ളേരുണ്ട്, അതിനിടയിലൊന്നും ആരും മനസ്സിലാവത്തും കൂടിയില്ല. ഒരു ലൊക്കേഷൻ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ അത് കാണുമ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ അന്ന് അവിടെ ഉണ്ടായിരുന്ന, അതായത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഫസ്റ്റ് മൂവി സർഗോ വിജയരാജ്, അദ്ദേഹമാണ് എനിക്ക് പിന്നെ സൂര്യ ടി വിയിൽ എന്നെ ആങ്കറായിട്ട് പിന്നെ ചേർത്തത്. അതുപോലെ തന്നെ ജിത്ത് പെരുപ്പങ്കോട്, പുള്ളി ഇപ്പോൾ വലിയ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. എല്ലാവരും ഇപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളാണ്. അന്നുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. ഇപ്പൊ ലൈഫൊക്കെ എങ്ങനെയാണ് പോകുന്നത്? എന്താ പറയാ, ഫിലിമിൽ നിന്നൊക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എന്തായാലും വരുന്നുണ്ടാവുമല്ലോ. അത് മാത്രമല്ല, ഇപ്പൊ ക്രിക്കറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈഫ് പോകുന്നു. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. കാര്യം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ക്രിക്കറ്റാണ്, അതായത് വീൽ ചെയറിലൊക്കെ ഇരിക്കുന്നതും ഒക്കെ. അപ്പം അതിൻ്റെ വേൾഡ് കപ്പ് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ ബ്രാൻഡ് അംബാസിഡറാണ്. സോ അതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം, അതിന് സമയം വേണം. പിന്നെ 6 months US ലീഗുകൾ നടക്കുന്ന സമയമാണ്. ആ സമയത്ത് എനിക്കവിടെ പോകേണ്ടി വരും. തിരക്ക് പിടിച്ചിട്ടുള്ള ഷെഡ്യൂളാണ്. ഇപ്പൊ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ, സീനിയർ ആയിട്ടുള്ള ആളുകൾ. അതിനകത്ത് പെട്ടെന്ന് ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഇവര് ഭയങ്കരമായിട്ട് നമ്മളെ എന്താ പറയാ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു? നന്നായി ബിഹേവ് ചെയ്യുന്ന, നമ്മളെ ഒരു സിസ്റ്ററിനെ പോലെ കാണുകയും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുകയും ചെയ്ത എല്ലാവരും നമുക്ക് ഇൻസ്പിറേഷനാണ്. ഇപ്പോൾ ഇടവേള ബാബുച്ചേട്ടൻ, റിയാസ് ഖാൻ, അങ്ങനെ ഒരുപാട് പേരെ പറ്റിയിട്ട് എന്താ പറയാ, ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഇവരെയൊക്കെ പേഴ്സണലായിട്ട് അറിയോ? അതോ? അറിയാം, എനിക്കറിയാം. ഇവരെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? ഓക്കെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് റിയാസ് ഖാൻ അറിയാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത ഫ്രണ്ടാണ്. എന്നോട് അഭിപ്രായം ചോദിച്ചാൽ എന്നോട് നന്നായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, എന്നോട് വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നത്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്താ പറയുക, ഡെയിലി വിളിക്കുന്ന ഫ്രണ്ട്സൊന്നും അല്ല, ഇപ്പോൾ ഒരു വർഷത്തിലൊരിക്കലോ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകളാണ്. നന്നായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ അമ്മയില് ഒരു മെമ്പർഷിപ്പ് എന്തുകൊണ്ടായിരുന്നു? അത് വേണ്ടാത്തതായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഷൂട്ടുണ്ടെങ്കിൽ വരും, അത് വർക്ക് ചെയ്യും, നമ്മൾ പോകുന്നല്ലാണ്ട് നമുക്കൊരു വലിയ അതിൽ തന്നെ അടുത്ത സിനിമയിൽ ചാൻസ് വേണം അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരാളൊന്നുമല്ല. പിന്നെ ഈ സ്റ്റേജ് ഷോസ് എല്ലാം കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ക്യാൻസർ ആണ് എന്നുള്ള രീതിയിലേക്ക് അത് തിരിച്ചറിഞ്ഞത് എപ്പോഴായിരുന്നു? അതെങ്ങനെയായിരുന്നു തിരിച്ചറിഞ്ഞ ആ ഒരു സന്ദർഭം? 2000 എനിക്കൊന്ന് സീരിയൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത്, തെലുഗു സീരിയൽ ഹീറോയിനായിട്ട് വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഈ ബോഡിയിൽ റെഡ് ഡോട്ട്, അതായത് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂയിഷ് കളറിലാവുമായിരുന്നു, അങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അന്നും എനിക്കറിയത്തില്ല. എനിക്കൊന്ന് 2017 ഞാൻ ആ സീരിയൽ ചെയ്യുന്നത്. അപ്പോഴൊന്നും മനസ്സിലായില്ല. ഞാൻ നാട്ടിൽ PRS കൊണ്ട് കാണിച്ചു. അവിടുന്ന് അവർക്കും അങ്ങോട്ട് മനസ്സിലായില്ല ഇത് ക്യാൻസർ ആണോ എന്ന് മനസ്സിലായില്ല. പക്ഷേ ഒരിക്കലും ഞാനൊരു സുഹൃത്തിനെ ഒരു ഗെറ്റ് ടുഗദറിൽ കണ്ടു. ശ്രാവൺ മുകേഷ് നടൻ മുകേഷിൻ്റെ മകൻ. അപ്പോൾ ശ്രാവൺ എനിക്ക് ഒരുപാട് വർഷമായിട്ട് അറിയാം, നല്ല സുഹൃത്താണ്. അപ്പോൾ ശ്രാവൺ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും, കൈയും മുഖമൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും, നീ പെട്ടെന്ന് കൊണ്ടുപോയി നീ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ട് എന്നെ വിളിച്ച് റിപ്പോർട്ട്. ശ്രാവൺ എനിക്കൊന്ന് UAE ഡോക്ടറാണ്, അപ്പോൾ റിപ്പോർട്ട് അയക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനൊന്നും നോക്കിയില്ല, അതെന്താണോ എന്ന് നോക്കിയില്ല. ഞാൻ പിന്നെ വിചാരിച്ചു ചിലപ്പോൾ വല്ലതും സ്കിൻ അലർജിയോ അങ്ങനെ വല്ലതും ഒക്കെ ആയിരിക്കും എന്ന് വെച്ചു. റെഡ് ഡോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട്
എനിക്ക് ക്യാൻസർ വരുന്നത് 3rd സ്റ്റേജിലാണ് ഞങ്ങളത് അറിയുന്നത്. ഇപ്പോൾ എനിക്ക് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് ഡയഗ്നോസ് ചെയ്യുന്നത്. അങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പേടിയൊക്കെ ലൈഫിൽ തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇനിയിപ്പോൾ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ? ഇല്ല, എനിക്ക് ആദ്യത്തെ ഒരു 5 മിനിറ്റ് ദേഷ്യമാണെങ്കിലും വിഷമമാണെങ്കിലും എനിക്ക് ഫസ്റ്റ് 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഞാൻ അത് ഓവർകം ചെയ്യും. അപ്പോൾ പിന്നെ അത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കും. പിന്നെ എൻ്റെ മോൻ കുഞ്ഞായിരുന്നു, ലൈക്ക് അവന് 6-7 ഇയേഴ്സ് എന്തോ ആയിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. കാര്യം ഞാൻ കാണേണ്ട ലോകമെല്ലാം കണ്ടു, ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ എൻ്റെ മോനെ നോക്കാൻ അമ്മയുണ്ട്, പ്രശാന്ത് നല്ലൊരു അച്ഛനാണ്. സോ എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പോയാൽ പോകട്ടെ, നമുക്ക് എന്താണോ കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ അത് എടുക്കാം. അങ്ങനെ കീമോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലൈഫ് എങ്ങനെയാ പോകുന്നത്? ഒരു ബിസി ഷെഡ്യൂളാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഇപ്പൊ എങ്ങനെയാ ലൈഫും കാര്യങ്ങളൊക്കെ പോകുന്നത്? ലൈഫ് സന്തോഷമായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ കൾച്ചറൽ വിങ്ങിൻ്റെ നാഷണൽ ജനറൽ സെക്രട്ടറിയാണ്. സോ നമ്മൾ അതിലേക്കുള്ള കാര്യങ്ങളും പൊളിറ്റിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട്. പിന്നെ ക്രിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ US മാസ്റ്റേഴ്സ് T10 ഗൗതം ഗംഭീറിൻ്റെ ടീമിൻ്റെ മീഡിയ ഡയറക്ടറായിരുന്നു. പിന്നെ ശ്രീലങ്കൻ ലെജൻസ് എല്ലാം ചെയ്തു. പിന്നെ കുറേ ഇങ്ങനെ ലീഗുകളാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഡിസേബിൾ ക്രിക്കറ്റും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ലൈഫൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ.